ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഞാൻ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ കടുകും ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് ഞാനിപ്പോൾ 2 വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം വാടി വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതുകൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയിൽ ഏകദേശം നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ ചിക്കൻ മസാല പൗഡറാണ്. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ആവശ്യമാണെങ്കിൽ നമുക്ക് സാദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എണ്ണയിലിട്ട് തന്നെ ഈ പൊടികളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ചെറുതീയിൽ ഇട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇത്രയും സമം എടുത്ത് അരിഞ്ഞത് കൂടി 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇലകൾ നമുക്ക് എണ്ണയിലിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇലകളും നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വാടി വരണം. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. അതുകൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും നമുക്ക് ഇതുപോലെ എണ്ണയിലിട്ട് തന്നെ വീണ്ടും വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കനും നമ്മൾ ചേർത്തിരിക്കുന്ന ഇലകളും സവാള എല്ലാം കൂടി ഒരു അര വേവാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് വേണം ഇനി വേവിച്ചെടുക്കാൻ. ചിക്കനിൽ എരിവും നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തീർത്ത ശേഷം നമുക്ക് മൂടി വേവിക്കാം. നല്ല തിളപ്പിക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങ അരച്ചതാണ്. ഒരു അരമുറി തേങ്ങ അരച്ചതാണിത്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങ മാത്രമാണ് അരച്ച് ചേർക്കുന്നത്. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും കറി തിളയ്ക്കാൻ വയ്ക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് നല്ല മണം കൂടി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 3-4 മിനിറ്റ് കൂടി ഒന്ന് വെച്ചേക്കാവുന്നതാണ്. വെള്ളമൊക്കെ വറ്റിയാൽ ഉടൻ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചോറിനോട് മാത്രമല്ല ചപ്പാത്തി, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ എന്നിവയോടൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.